പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൺമണി മടങ്ങിയെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ വരുണിൻ്റെ ഭരണത്തെപ്പറ്റി അറിയാനിടയാകുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് തിരിച്ചടിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൺമണി. ഇനിയും അവനെ പോലെയുള്ളവരെ ഈ വീട്ടിൽ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ആ തീരുമാനം ഞാൻ എടുത്തത് തന്നെയാ. അത് നടപ്പിലാക്കുകയും ചെയ്യും. അവനെന്നല്ല, വേറെ ഏത് കൊലകൊമ്പനും ഇവിടേക്ക് കടന്നു വന്നാലും നമ്മൾ അവരെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിക്കുകയില്ല. ആ തീരുമാനം ഞാൻ ഉറപ്പിച്ചതാണ്. ഇത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോകുന്ന കൺമണിയുടെ അച്ഛൻ, നീ ഇനി എന്ത് ചെയ്യാൻ പോവുകയാ എന്ന് ചോദിക്കുന്നു. പക്ഷേ കൺമണിക്ക് കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ ഗോകുൽ. ഇതോടെ കടന്നു ചെല്ലുന്ന അവർ വരുണിനെ കാണുന്നു. ആ, നീ വന്നോ? നിന്റെ വരവും പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ ഇത്രയും നാൾ ഇവിടെ ഇരുന്നത്. എന്തായാലും നേരിട്ട് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എടാ, നീ എന്താടാ ഇവിടെ? നിന്റെ കയ്യിൽ നിന്ന് പൈസ നൽകി ഈ വീട് വാങ്ങിച്ചതല്ലേ? പിന്നെ നീ എന്ത് അവകാശത്തിൻ്റെ പിന്നിലാ ഇവിടെ വന്നേ? ഓ, അതോ, വീട് വാങ്ങിച്ചു എന്നത് ശരിയാ. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ധനലക്ഷ്മിയും നിങ്ങളുടെ ചേട്ടനുമെല്ലാം വാങ്ങിച്ച പൈസയോ സ്വർണമോ അതൊക്കെ എവിടെ? അത് തിരികെ തരാതെ എങ്ങനെയാ? നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ ഇല്ലയോ എന്ന് കാണിച്ചു തരാം. ഈ വീട് എൻ്റെ പേരില. എനിക്ക് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇവിടെ താമസിക്കേണ്ടതില്ല. മനസ്സിലായോ? ഓ പിന്നെ. ഇതോടെ അവൻ്റെ കൈക്ക് പിടിച്ച് വലിച്ച് പുറത്തിറക്കുകയാണ് കൺമണി. ഇറങ്ങിപ്പോടാ, നിന്നെ ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചിരിക്കുകയാണ് വരുണിനെ. എന്നാൽ ഞാൻ പോവുകയില്ല എന്നുള്ള തീരുമാനം വരുൺ അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ധനലക്ഷ്മി വരുണിനെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് കയറി വരികയാണ്. ഇതോടെ നിങ്ങളുടെ ചകിളം ഞാൻ അടിച്ചു പൊളിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. എടി, നീ എന്നോട് തർക്കുത്തരം പറയാറായോടി എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ കൈ പിറകിലേക്ക് വലിച്ച് നീട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് കൺമണി. വേണ്ട, എന്നോട് കൊമ്പ് കോർക്കാൻ നിങ്ങൾ നിൽക്കണ്ട. അതൊരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മനസ്സിലായോ? അങ്ങ് മാറി നിൽക്കുതള്ളേ എന്ന് പറഞ്ഞ് ധനലക്ഷ്മിയെ തള്ളിയിടുകയും ചെയ്തതിനെ തുടർന്ന് ധനലക്ഷ്മിയുമാകെ പകച്ചു പോയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഇതോടെ തിരിച്ചറിയുകയാണ് ധനലക്ഷ്മി. മാത്രവുമല്ല, ഇനി ഈ വീട്ടിൽ ഞാൻ പറയുന്നത് പോലെയേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന കൺമണി തൻ്റെ ഭരണം തുടങ്ങിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.